രാധേച്ചി നിങ്ങളെ കൂടെ അറിയുന്ന എന്റെ ഏട്ടത്തിയാണ്, ഏട്ടന്റെ ഭാര്യയാണ്. ഏട്ടന്റെ ഭാര്യയാണ്. രാവിലെ പണിക്കെന്ന് പറഞ്ഞ് പോയതാണ് ഏട്ടൻ. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നില്ല. 2 മക്കളുണ്ട്. എന്താ ഇപ്പൊ ചെയ്യാം? ഞങ്ങൾക്ക് പുറത്തിറങ്ങി പണിയെടുക്കാനും പറ്റുന്നില്ല. മൃഗങ്ങളെ കൊണ്ട് മക്കളെ സ്കൂളിൽ കൂടെ 6 മണി വരെ ഉള്ളൂ തിരിച്ച് വണ്ടി ഇങ്ങോട്ട്. പിന്നെ വണ്ടിയും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ സാധാരണ എവിടെ പണിക്ക് പോവാറ്? നിങ്ങൾ രാധേച്ചിയുടെ കൂടെ പണിക്ക് പോകുന്ന? ഇല്ല, ഏട്ടത്തിന്റെ കൂടെ പണിക്ക് പോകുന്നില്ല. ഞാനിങ്ങനെ തൊഴിലുറപ്പിന് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ തോട്ടത്തിൽ പോവാറുള്ള ആളെന്നെയാണ് സാധാരണ? അങ്ങനെ പോക്കൂല്ല. അവിടെ നമ്മളെ കൂടെ പറപ്പന്നെ അവിടെ വിളിച്ചിട്ട് രാവിലെ പോയതാണ്. അങ്ങനെയാണ് പറ്റിയത്. എപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്? സംഭവം അറിയുന്നത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ തലപ്പുഴ പണിക്ക് പോയ തൊഴിലുറപ്പിന് പോയതാണ്. അപ്പൊ അവിടെ 1 മണിക്ക് ഞാൻ അറിയുന്നത്. അപ്പൊ ഇങ്ങോട്ട് ഓടി എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. തീർച്ചയായും നഷ്ടം എന്നത് നികത്താനാവാത്ത ആൾനാശമാണ്. അതിന് ഒരു പരിഹാരവുമില്ല എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആളുടെ നഷ്ടം, അതായത് ജീവാപായം എന്നതിനപ്പുറം വലിയ നഷ്ടങ്ങളൊന്നുമില്ല. അത് സംഭവിച്ചിരിക്കുന്നു. ആ രാധ എന്ന് പറയുന്ന വ്യക്തി ഇനി ഇല്ല. ഇന്നലെ വരെ, അതിൽ കഴിഞ്ഞ ദിവസം വരെ അവരോടൊപ്പം ഉണ്ടായിരുന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഇന്നില്ല എന്നത്, അതും ഇത്രയും ദാരുണമായ സാഹചര്യത്തിൽ ഒരു വന്യമൃഗത്തിന്റെ ആക്രമണത്തിനിരയായി ശരീരഭാഗം ഭക്ഷിക്കപ്പെട്ട നിലയിൽ അവർ കഴിയേണ്ടി വരുന്നു. അവർക്ക് ജീവൻ നഷ്ടമാകുന്നു എന്നത് വലിയ പ്രയാസമായി തന്നെയാണ് അവർ കാണുന്നത്. അത് ഇപ്പോൾ മന്ത്രി എത്തുമ്പോൾ കുടുംബത്തിന് ആശ്വാസമുണ്ട്. അവരുടെ പ്രഖ്യാപനങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാവുന്ന കാര്യങ്ങളിൽ, സർക്കാർ ചെയ്ത കാര്യങ്ങളിൽ അവർക്ക് തൃപ്തിയുണ്ട്. അതേസമയം ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷവും ആ കടുവയെ പിടികൂടാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? മന്ത്രി വന്നപ്പോ നിങ്ങൾ ഉള്ളിൽ കയറിയിട്ടില്ല? ഉള്ളിൽ കയറിയില്ല. ഈ